നമസ്കാരം, ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള SIT അന്വേഷണത്തിൽ അനിഷ്ടം പ്രകടമാക്കി ഹൈക്കോടതി. വിവേചനം അരുതെന്ന് നിർദ്ദേശം. ED അന്വേഷണത്തിന് അനുമതി നൽകി വിജിലൻസ് കോടതി. എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെ തിരിച്ചടി. അനുമതി റദ്ദാക്കി ഹൈക്കോടതി. വിശദമായ പഠനം വേണമെന്നും കോടതി. പദ്ധതി സർക്കാരിന്റേതല്ലെന്ന് മന്ത്രി MP രാജേഷ്. വിവാദ വിബിജി റാംജി ബിൽ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും സർക്കാർ പാസാക്കി. നടപടി പ്രതിപക്ഷ പ്രതിഷേധം അവഗണിച്ച്. സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയെന്ന് കേരളം. ബീഹാർ മുഖ്യമന്ത്രി മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് വലിച്ചു താഴ്ത്തിയ സംഭവം. വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ഇത് പാകിസ്ഥാനല്ല, ഇന്ത്യയാണെന്നും മന്ത്രി. ബംഗ്ലാദേശിൽ വീണ്ടും കലാപം. ആക്രമണങ്ങൾ. വിദ്യാർത്ഥി നേതാവിന്റെ മരണത്തിന് പിന്നാലെ മാധ്യമ സ്ഥാപനങ്ങൾക്കു നേരെയും ആക്രമണം. സ്ഥിതി നിരീക്ഷിച്ച് ഇന്ത്യ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്കെതിരെ ഹൈക്കോടതി. പ്രധാന പ്രതികളുടെ അറസ്റ്റിൽ കാലതാമസം ഉണ്ടാകുന്നതായും കോടതി അഭിപ്രായപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ നിലപാടുകൾ വിശ്വാസയോഗ്യമല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. പ്രധാന പ്രതികളുടെ അറസ്റ്റിൽ കാലതാമസം ഉണ്ടാകുന്നു. ചിലരെ ഒഴിവാക്കുകയാണോ എന്നും കോടതി ചോദിച്ചു. ശങ്കർദാസ്, വിജയകുമാർ എന്നിവരെ പ്രതികളാക്കാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പങ്കാളിത്തം അന്വേഷിക്കുന്നില്ല. വൻ സ്രാവുകളിലേക്കും അന്വേഷണം പോകണമെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. അതേസമയം കേസിൽ അറസ്റ്റിലായ N വാസു, മുരാരി ബാബു, ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും EDക്ക് നൽകാൻ കൊല്ലം വിജിലൻസ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. EDയുടെ ഹർജിയിലാണ് നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മൊഴികൾ ഉൾപ്പെടെ മുഴുവൻ രേഖകളും ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ED വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഇതേ ആവശ്യം ഉന്നയിച്ച ED നേരത്തെ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ED വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത്. കേസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അതിനാൽ തന്നെ കേസ് രേഖകൾ വിട്ടുനൽകാൻ കഴിയില്ല എന്നുമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ 9 പേർ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വിദേശ ഇടപാടുകൾ ഉണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിബിജി റാംജി ബിൽ രാജ്യസഭയും പാസാക്കി. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയാണ് ബിൽ ശബ്ദവോട്ടോടെ രാജ്യസഭയിലും പാസാക്കിയത്. വിവാദമായ വിബിജി റാംജി ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം തള്ളിയതോടെ പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അർദ്ധരാത്രിയാണ് ബിൽ സഭയിൽ പാസാക്കിയത്. സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിപക്ഷ പ്രതിഷേധം മറികടന്ന ബുധനാഴ്ച ബിൽ ലോക്സഭയിലും പാസാക്കിയിരുന്നു. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണിതെന്നും ജനങ്ങളെ പിച്ചക്കാരാക്കാനാണ് ബില്ലെന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുമെന്നും ബിൽ സർക്കാരിന് പിൻവലിക്കേണ്ടി വരുമെന്നും ഖാർഗെ പറഞ്ഞു. रास्ते पे आएंगे, सड़क पे आएंगे, गोलियां भी खाएंगे, लेकिन इस कानून को सपोर्ट कभी नहीं करेंगे और हम लड़ते रहेंगे. പ്രതിഷേധത്തിനിടെ ട്രഷറി ബെഞ്ചിന് നേരെ പ്രതിപക്ഷ അംഗങ്ങൾ നീങ്ങിയതോടെ സഭാധ്യക്ഷൻ അതൃപ്തി വ്യക്തമാക്കി. ബിൽ പാസാക്കിയതോടെ ഭരണപക്ഷം ജയ് ശ്രീറാം വിളിച്ചു. അതേസമയം പദ്ധതിയെ മെച്ചപ്പെടുത്താനാണ് ബില്ലെന്നും തൊഴിലുറപ്പ് പദ്ധതി അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പ്രാരംഭഘട്ടമായ 2005 പദ്ധതിയുടെ പേരിനൊപ്പം മഹാത്മാഗാന്ധി എന്ന് ഉണ്ടായിരുന്നില്ലെന്നും 2009 കൂട്ടിച്ചേർത്തതാണെന്നും ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിപക്ഷ ആരോപണത്തിന് മറുപടി നൽകി. माननीय सभापति महोदय, बापू के आदर्शों की हत्या ये सदैव करते रहे हैं. इनने देश को बांट के बापू की हत्या की. कितनी बार बापू के विचारों की हत्या करेंगे. माननीय ലോക്സഭയിൽ ശബ്ദവോട്ടോടെ ഭരണപക്ഷം പാസാക്കിയ ബിൽ പ്രതിപക്ഷം കീറിയെറിയുകയായിരുന്നു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എതിർക്കുന്ന സാഹചര്യത്തിൽ വിബിജി റാംജി ബിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ സംയുക്ത പാർലമെന്ററി സമിതിക്കോ വിടണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ ബിൽ പാസാക്കുകയായിരുന്നു. ഗാന്ധിയൻ ആശയങ്ങൾ കശാപ്പ് ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഗാന്ധിയെക്കുറിച്ച് പറയുവാൻ കോൺഗ്രസിന് അവകാശമില്ലെന്നും ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭയിൽ പറഞ്ഞു.
എന്നാൽ മന്ത്രിയുടെ മറുപടിക്കിടയിൽ ഗാന്ധിജിയുടെ ചിത്രങ്ങളുമായി പ്രതിപക്ഷം നടുത്തളത്തിറങ്ങി മുദ്രാവാക്യം മുഴക്കി. ബില്ലിന്റെ പകർപ്പ് കീറി മന്ത്രിക്ക് നേരെ എറിയുകയും ചെയ്തു. പ്രതിപക്ഷ പ്രതിഷേധം വകവയ്ക്കാതെ ബഹളത്തിനിടയിൽ ശബ്ദ വോട്ടോടെ ബില്ല് പാസാക്കി ലോക്സഭ പിരിയുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന ബില്ല് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് സർക്കാർ പാസാക്കിയത് നീതീകരണമില്ലാത്ത ജനവിരുദ്ധതയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ നിയന്ത്രിക്കുന്ന യൂണിയൻ സർക്കാർ ഇതിലൂടെ രാജ്യത്തെ കർഷക തൊഴിലാളി ജനസാമാന്യത്തെ വെല്ലുവിളിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്നത് ഗാന്ധിജിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായാണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് യൂണിയൻ ഗവൺമെന്റ് ഒളിച്ചോടി സംസ്ഥാനങ്ങൾക്കുമേൽ വലിയ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുമെന്നതുമാണ് ഈ ബില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരക്കേറിയ കാർഷിക സീസണിൽ 60 ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാമെന്ന വിപൽകരമായ വ്യവസ്ഥ കൂടി ഇതിൽ ഉൾപ്പെടുന്നു. ബിൽ JPC-യുടെയോ സെലക്ട് കമ്മിറ്റിയുടെയോ പരിഗണനയ്ക്ക് വിടണമെന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം പോലും അംഗീകരിച്ചില്ല. NDA ഘടകകക്ഷികൾ തന്നെ ആശങ്കയുയർത്തിയിട്ടും വീണ്ടും വിചാരത്തിന് തയ്യാറായില്ല. അധികാരത്തിലെത്തിയ കാലം മുതൽ തൊഴിലുറപ്പ് പദ്ധതിക്കായുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള നടപടികളുമായി പദ്ധതിയെ നിർവീര്യമാക്കാൻ ശ്രമിച്ച NDA സർക്കാർ ഇപ്പോൾ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. തൊഴിൽ നൽകുക എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് യൂണിയൻ സർക്കാർ സ്വീകരിക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദം ഒന്നുകൊണ്ട് മാത്രമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി യാഥാർത്ഥ്യമായത്. അന്ന് കോൺഗ്രസ് മനസ്സോടെയാണ് പദ്ധതി കൊണ്ടുവരാൻ തയ്യാറായത്. ആ താൽപര്യക്കുറവ് അവർ ഉപേക്ഷിക്കണം. യൂണിയൻ സർക്കാരിന്റെ തെറ്റായ നീക്കത്തിനെതിരെ ശക്തമായ ജനാഭിപ്രായം രൂപപ്പെടണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. എലപ്പുള്ളിയിൽ സർക്കാരിന് തിരിച്ചടി. ബ്രുവറിക്ക് സർക്കാർ നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. എലപ്പുള്ളിയിൽ ബ്രൂവർ വിഷയത്തിൽ കൃത്യമായ പഠനം ഉണ്ടായിട്ടില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്ന് ഹൈക്കോടതി പറഞ്ഞു. നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പൊതു താൽപര്യ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നടപടിക്രമത്തിലെ വീഴ്ചയാണ് തിരിച്ചടിക്ക് കാരണം. വിശദമായ പഠനം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വിശദമായ പഠനത്തിന് ശേഷം അനുമതി നൽകണോ വേണ്ടോ എന്ന് സർക്കാരിന് വീണ്ടും തീരുമാനിക്കാമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. ഗർഭിണിയെ മർദ്ദിച്ചതിനെ സസ്പെൻഷനിലായിരുന്ന SHO പ്രതാപചന്ദ്രനെതിരെ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ബെൻ ടൂറിസ്റ്റ് ഹോം ഉടമ ബെൻജോ ബേബിയുടെ ഭാര്യ ഷൈമോളെയാണ് പ്രതാപചന്ദ്രൻ മർദ്ദിച്ചത്. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ വെച്ചാണ് ഗർഭിണിയായ യുവതിയുടെ മുഖത്ത് SHO അടിച്ചത്. 2024 നടന്ന മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തുവന്നത്. യുവതി ഹൈക്കോടതിയെ സമീപിച്ചത് പ്രകാരമാണ് ദൃശ്യം പുറത്തുവിട്ടത്. കുഞ്ഞുങ്ങൾ അലറിക്കരഞ്ഞിട്ടുപോലും പോലീസ് ഒരു ദയയും കാണിച്ചില്ലെന്ന് ഷൈമോൾ പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു അവിടെ ചെയ്തത്. അടിക്കുക മാത്രമല്ല ചെയ്തത്, അപമാനിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും, അതിനുവേണ്ടി ഞങ്ങൾ നിയമ പോരാട്ടത്തിലായിരിക്കും. ആ കുഞ്ഞുങ്ങൾക്ക് എത്ര വിഷമവും വേദന ആ സമയത്ത് അനുഭവിച്ചു, എത്ര ഭയന്നുപോയി അതുങ്ങൾ. ആ ഒച്ചപ്പാടും ബഹളവും ആ കുഞ്ഞുങ്ങൾ കയ്യിലിരിക്കുന്നുണ്ടെന്ന് പോലും ഒരു തെല്ല് മനസാക്ഷിയില്ലാതെ അത്രയും ക്രൂരത ആ വനിതാ പോലീസുകാരടക്കം. പ്രതാപചന്ദ്രൻ സാറിന് അടിച്ചിട്ട് അവർ നിർത്തുന്നില്ല. പിന്നാലെ ആ വനിതാ പോലീസുകാരി എന്നെ മുടിക്കുത്തിന് പിടിച്ചു വലിക്കുന്നു, എന്റെ മുഖത്ത് വീണ്ടും എന്നെ അടിക്കുന്നു, ഒക്കെ ആ ദൃശ്യത്തിലുണ്ട്. SHO യുവതിയുടെ നെഞ്ചിൽ പിടിച്ച് തള്ളുകയും മുഖത്തടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സ്ത്രീയും ഭർത്താവും ആക്രമിച്ചുവെന്നായിരുന്നു പോലീസ് വാദം. യുവതി ആക്രമിച്ചതിനാലാണ് മുഖത്തടിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് പ്രതാപചന്ദ്രൻ പറഞ്ഞു. മറ്റു നടപടികൾ ഇതൊന്നും പ്ലാൻഡ് അല്ലല്ലോ, ഇതൊന്നും പ്രിപ്പയർഡ് അല്ലല്ലോ. അവർ പ്രിവെന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. പിന്നെ അതിക്രമം കാണിച്ച് കയറി വന്നപ്പോൾ പറ്റി ഇതല്ലേ. അല്ല അവരടിക്കാൻ ആർക്കും ഉദ്ദേശമുള്ളത്, സ്ത്രീ അടിക്കാൻ ആർക്കും ആഗ്രഹമുള്ളത്? അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? യുവതിയുടെ ഭർത്താവ് നടത്തുന്ന ഹോട്ടലിൽ നടന്ന അടിപിടിയെ തുടർന്നാണ് ബെൻജോയെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിനു പിന്നാലെയാണ് യുവതി സ്റ്റേഷനിലെത്തിയത്. 1 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ് CCTV ദൃശ്യങ്ങൾ ലഭ്യമായത്. അതേസമയം പ്രതാപചന്ദ്രനെതിരെ ആരോപണവുമായി കൂടുതൽ പേർ രംഗത്തെത്തി. 2023 തന്നെ അകാരണമായി മർദ്ദിച്ചുവെന്ന് സ്വിഗ്ഗി ജീവനക്കാരനും പരാതി നൽകി. നമ്മുടെ ചുറ്റിനും കുറെ പേരുണ്ടായി.
അവരെല്ലാവരും എന്നെ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ പോലീസ് തല്ലണ കാണുമ്പോളേ. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വേദന എടുക്കണ്ടേ, എന്തിനാ എന്നെ തല്ലിയെന്ന് ചോദിച്ചു. അത് ചോദിച്ച സമയത്ത് പിന്നെ കൈ ചുരുട്ടിയിട്ട് ഒറ്റടി മുഖത്തിട്ട് അടിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു സാറേ എന്തിനാ എന്നെ തല്ലണേന്ന് ചോദിച്ചു. വീണ്ടും തല്ലി. ഞാൻ പറഞ്ഞു നിങ്ങളാണ് ഒരു ക്രിമിനലിനെ ഉണ്ടാക്കണത്, എന്റെ മനസ്സിൽ നിങ്ങളായിട്ട് യാതൊരു വിരോധവും ഇല്ല, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കണേ, എന്നെ വെറുതെ തല്ലണം എന്തിനാന്ന് പറഞ്ഞപ്പോ നിന്നെ ഇനി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ചു തരാന്ന് പറഞ്ഞു. സ്റ്റേഷനിലെത്തുന്ന പ്രതികളെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് സേനയ്ക്കകത്ത് മിന്നൽ എന്ന ഇരട്ടപ്പേരും പ്രതാപചന്ദ്രനുണ്ട്. പ്രതാപചന്ദ്രന്റെ നടപടി പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് ജീവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൈറലായ ശബരിമല പാരഡി ഗാന വിഷയത്തിൽ യു-ടേൺ എടുത്ത സർക്കാർ പുതിയ കേസ് വേണ്ടെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിൽ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ മെല്ലെ പോക്കെന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പാട്ടിൽ കൂടുതൽ കേസ് വേണ്ടെന്ന് ADGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കില്ലെന്നും മെട്രിക്കും ഗൂഗിളിലും കത്തയക്കില്ലെന്നും അറിയിപ്പുണ്ട്. ഗാനം നീക്കരുതെന്നാവശ്യപ്പെട്ട് മെട്രിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകിയിരുന്നു. പാട്ട് നീക്കണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരായാണ് VD സതീശൻ കത്ത് നൽകിയിരിക്കുന്നത്. പാട്ട് നീക്കാനുള്ള നീക്കത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് പാട്ടിന്റെ അണിയറക്കാരുടെ പ്രതികരണം. വിവാദം രൂക്ഷമായതോടെയാണ് സർക്കാരിന്റെ പുതിയ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് ജീവൻ. മൂടൽമഞ്ഞും വായു മലിനീകരണവും മൂലം ഡൽഹിയിൽ ജനജീവിതം ദുസ്സഹമായി. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നുള്ള വിമാന സർവീസുകളും ട്രെയിനുകളും വൈകുകയാണ്. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലെത്തി. വ്യോമ, റെയിൽ, റോഡ് ഗതാഗതം താറുമാറായി. ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ചതിനു ശേഷം മാത്രം യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് എത്തിയാൽ മതിയെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു. റോഡ് യാത്രക്കാരും ജാഗ്രത പുലർത്തണമെന്ന് അറിയിപ്പുണ്ട്. പല മേഖലകളിലും കാഴ്ചപരിധി 0-മായി. മൂടൽമഞ്ഞിനോടൊപ്പം വായുമലിനീകരണം കൂടി രൂക്ഷമായതോടെ ഡൽഹിയിലെ ജനജീവിതം ദുസ്സഹമായി. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടും വലിയ മാറ്റം പ്രകടമല്ല. എന്നാൽ നിയന്ത്രണങ്ങൾ ഡൽഹിയിലെ വായു ഗുണനിലവാരം മെച്ചപ്പെടുത്തിയെന്നാണ് ഡൽഹി സർക്കാർ നിലപാട്. ഡൽഹിയുടെ അതിർത്തികളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. BS4-ന് മുകളിലുള്ള വാഹനങ്ങൾ മാത്രമാണ് ഡൽഹിയിലേക്ക് കടത്തിവിടുന്നത്. പുക സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിൽ ഇന്ധനം നൽകുന്നില്ല. നാഷണൽ ഡെസ്ക് ജീവൻ. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചടങ്ങിനിടെ നിഖാബ് താഴ്ത്തിയ യുവതിയെ അധിക്ഷേപിച്ച് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. യുവതി ജോലി സ്വീകരിച്ചേക്കില്ല എന്ന വാർത്തയ്ക്ക് പ്രതികരിക്കുമ്പോഴായിരുന്നു ഗിരിരാജ് സിംഗിന്റെ അധിക്ഷേപ പരാമർശം. ഒന്നില്ലെങ്കിൽ ജോലി സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ വല്ല നരകത്തിലും പോകട്ടെ എന്നായിരുന്നു ഗിരിരാജ് സിംഗ് പറഞ്ഞത്. നിതീഷ് കുമാറിനെ പിന്തുണച്ചുകൊണ്ടാണ് ഗിരിരാജ് സിംഗ് സംസാരിച്ചത്. നിതീഷ് കുമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അപ്പോയിന്റ്മെന്റ് ലെറ്റർ വാങ്ങാൻ പോകുമ്പോൾ മുഖം കാണേണ്ടയെന്നും സിംഗ് ചോദിച്ചു. ഇത് ഇസ്ലാമിക രാഷ്ട്രമല്ലെന്നും ഈ രാജ്യത്ത് ഒരു നിയമമുണ്ടെന്നും പറഞ്ഞ ശേഷമായിരുന്നു അധിക്ഷേപ പരാമർശം. ഒരാൾ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ മുഖം കാണിക്കേണ്ടി വരില്ല എന്നും എയർപോർട്ടിൽ പോകുമ്പോൾ മുഖം കാണിക്കേണ്ടി വരില്ല എന്നും ഇത് ഇന്ത്യയാണ്, പാകിസ്ഥാൻ അല്ല എന്നും ഇവിടെ നിയമമുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. അവർ വേണമെങ്കിൽ ജോലി സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ വല്ല നരകത്തിലും പോകട്ടെ എന്നായിരുന്നു ഗിരിരാജ് സിംഗിന്റെ അധിക്ഷേപ പരാമർശം. नीतीश कुमार जी ने कोई गलत काम नहीं किया है. अगर कोई नियुक्ति पत्र लेने के लिए जा रहा हो या जा रही है, क्या उसका चेहरा नहीं दिखाएगी? ये कोई इस्लामिक देश है? ഗിരിരാജ് സിംഗിന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് MP താരിഖ് അൻവർ രംഗത്ത് വന്നു. ഗിരിരാജ് സിംഗിനെ പോലെയുള്ള മൂന്നാം കിടക്കാർക്ക് നമ്മുടേത് മതേതര രാജ്യമാണെന്ന് അറിവില്ലായിരിക്കുമെന്നും എല്ലാവർക്കും അവരവരുടെ മതം പിന്തുടരുവാൻ അവകാശമുണ്ടെന്നുമായിരുന്നു താരിഖ് അൻവറുടെ വിമർശനം. നിതീഷ് കുമാർ ചെയ്തത് നാണംകെട്ട പ്രവൃത്തിയാണ് എന്നും താരിഖ് അൻവർ വിമർശിച്ചു. ഡിസംബർ 15-നായിരുന്നു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെട്ട നിഖാബ് വിവാദമുണ്ടായത്. ആയുഷ് സർട്ടിഫിക്കറ്റ് വിതരണത്തിനിടെയായിരുന്നു സംഭവം. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്ന മുസ്ലിം യുവതിയുടെ നിഖാബ് നിതീഷ് കുമാർ വലിച്ചു മാറ്റുകയായിരുന്നു. പുറത്തുവന്ന വീഡിയോയിൽ യുവതിയുടെ നിഖാബ് വലിച്ചു മാറ്റിയതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൌധരി നിതീഷിനെ തടയുന്നത് കാണാം. വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയ വിഷയത്തിൽ വിവാദ പരാമർശവുമായി ഉത്തർപ്രദേശ് മന്ത്രിയും രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇന്ത്യയിൽ നിന്നുള്ള 98% ഉൽപ്പന്നങ്ങൾക്കും നികുതിരഹിത പ്രവേശനം ഉറപ്പാക്കി ഒമാനുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടു. മോഡിക്ക് ഒമാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെയും സാന്നിധ്യത്തിൽ മന്ത്രി പീയൂഷ് ഗോയലും ഒമാൻ മന്ത്രി ഗൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫുമാണ് കരാറിൽ ഒപ്പിട്ടത്. തുണിത്തരങ്ങൾ, തുകൽ, പാദരക്ഷകൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്, ഫർണിച്ചർ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ഉപകരണങ്ങൾ, ഓട്ടോമൊബൈൽ, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിലെ കയറ്റുമതി വർദ്ധിക്കും. ഇന്ത്യൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കുള്ള ട്രാൻസ്ഫറി ക്വാട്ട വർദ്ധിപ്പിച്ചു. കരാർ സേവന വിതരണക്കാർ, ബിസിനസ് സന്ദർശകർ, സ്വതന്ത്ര പ്രൊഫഷണലുകൾ എന്നിവർക്കുള്ള താൽക്കാലിക വിസ കാലയളവ് 2 വർഷമായി നീട്ടി. നികുതി, വാസ്തുവിദ്യ, മെഡിക്കൽ പ്രൊഫഷനുകൾക്കും വിസ താമസ കാലയളവിൽ ഇളവ് നൽകും. നരേന്ദ്രമോദിക്ക് ഒമാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ നൽകി ആദരിച്ചു. 1970 സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് സ്ഥാപിച്ച അവാർഡ് പൊതുജീവിതത്തിനും ഉഭയകക്ഷി ബന്ധങ്ങൾക്കും സംഭാവന നൽകുന്ന ആഗോള നേതാക്കൾക്കാണ് നൽകുന്നത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖാണ് സമ്മാനിച്ചത്. അവാർഡ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കാലാതീതമായ സൗഹൃദത്തിനെ സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. साथियों, भारत दुनिया का पहला ऐसा देश है जो मून के साउथ पोल तक पहुंचा है. हमने एक बार में 104 सैटेलाइट्स को एक साथ लॉन्च करने का कीर्तिमान बनाया है. ന്യൂസ് ഡെസ്ക് ജീവൻ. വിദ്യാർത്ഥി നേതാവിന്റെ മരണത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ വീണ്ടും കലാപ സമാന സാഹചര്യം. മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു. ഇൻകുലാബ് മഞ്ച് നേതാവും പൊതുതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശിലെ വിവിധയിടങ്ങളിൽ വീണ്ടും പ്രക്ഷോഭം ഉടലെടുത്തത്. മുഖംമൂടിധാരികളുടെ വെടിയേറ്റാണ് ഹാദി കൊല്ലപ്പെട്ടത്. ഇയാളുടെ മരണവാർത്ത പുറത്തുവന്നതോടെയാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത്. കഴിഞ്ഞയാഴ്ചയാണ് ഉസ്മാൻ ഹാദിയുടെ തലയിൽ അജ്ഞാതരുടെ വെടിയേൽക്കുന്നത്. തുടർന്ന് സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവിടെ വെച്ച് വ്യാഴാഴ്ച രാത്രിയോടെയാണ് മരണം സംഭവിച്ചത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിലുണ്ടായിരുന്ന നേതാവാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി. മരണവാർത്തയറിഞ്ഞെത്തിയ പ്രതിഷേധക്കാർ രാത്രി വൈകിയും നിരത്ത് കീഴടക്കി. ധാക്കയിലെ ഷാബാഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തടിച്ചുകൂടിയ പ്രക്ഷോഭകർ വൻതോതിൽ അക്രമങ്ങളും അഴിച്ചുവിട്ടു. കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പ്രമുഖ ബംഗ്ലാദേശ് പത്രമായ പ്രോതമലോയുടെയും ദി ഡെയിലി സ്റ്റാറിന്റെയും ധാക്കയിലെ ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. ഓഫീസിലേക്ക് ഇരച്ചുകയറിയ ജനക്കൂട്ടം കെട്ടിടം അടിച്ചു തകർക്കുകയും തീയിടുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. കേരളത്തിലെ സംഗീത പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന യൂഫോറിയ 2025 സംഗീതോത്സവത്തിന് നാളെ തിരിതെളിയും. ജീവൻ ടിവിയുടെ സഹകരണത്തോടെ തിരുവനന്തപുരം ലുലു മാൾ ഓപ്പൺ അറീനയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ബാൻഡുകളുടെ പങ്കാളിത്തത്തോടെ വേറിട്ട സംഗീതാനുഭവം സമ്മാനിക്കുകയാണ് ഈ വർഷത്തെ യുഫോറിയ. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ഇന്ത്യൻ ഫോക്ക് മെറ്റൽ ബാൻഡ് ബ്ലഡിവുഡാണ് ഈ വർഷത്തെ മുഖ്യ ആകർഷണം. ഇതോടൊപ്പം ഇന്ത്യൻ ഇൻഡി സംഗീത ലോകത്തെ പ്രതിനിധീകരിക്കുന്ന പ്രശസ്ത ബാൻഡുകളും വേദി പങ്കിടും. പ്രശസ്ത ബാൻഡുകളായ അവിയൽ, ആരോഗ്യ, ജാനു കൃഷ്ണ, ഇഹം കവ്യം എന്നിവർ വേദിയിലെത്തും. മികച്ച പ്രൊഡക്ഷൻ നിലവാരം, നവീന വേദി ഡിസൈൻ, ഇന്ത്യൻ ഇൻഡി സംഗീതത്തിന്റെ വൈവിധ്യം ആഘോഷിക്കുന്ന പ്രകടനങ്ങൾ എന്നിവയോടെ യുഫോറിയ 2025 വൻ സംഗീതോത്സവമായി മാറുമെന്ന് സംഘാടകർ അറിയിച്ചു. ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ, സ്കിൽ ബോക്സ്, വാട്സ് അറൗണ്ട് ട്രിവാൻഡ്രം എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ജീവൻ ടിവിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. കേക്ക് നിർമ്മാണ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ബേക്ക്മിൽ ഫുഡ്സ് പ്രീമിയം ഗിഫ്റ്റ് ബോക്സ് വിഭാഗത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. വർഷത്തിലെ 12 മാസത്തെയും പ്രതിനിധീകരിക്കുന്ന 12 കേക്കുകൾ ഉൾപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് ഇത്തവണ ബേക്ക്മിൽ ഫുഡ്സ് ഒരുക്കിയിരിക്കുന്നത്. കേക്ക് നിർമ്മാണ രംഗത്ത് 10 വർഷം പൂർത്തിയാക്കിയ ബേക്ക്മിൽ ഫുഡ്സ് വിപുലീകരണത്തിന്റെ ഭാഗമായാണ് പ്രീമിയം ഗിഫ്റ്റ് ബോക്സ് അവതരിപ്പിച്ചത്. ഗുണനിലവാരത്തിലും രുചിയിലും വിട്ടുവീഴ്ചയില്ലാതെയുള്ള സമീപനമാണ് കമ്പനിയെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്.
യൂറോപ്യൻ അമേരിക്കൻ വിപണികളിലടക്കം ശക്തമായ സാന്നിധ്യമാണ് ബേക്ക് മിൽ ഫുഡ്സിനുള്ളത്. ഇന്ത്യയിലെ പ്രമുഖ റീറ്റെയിൽ ചെയിനുകൾക്ക് കേക്കുകൾ നിർമ്മിച്ചു നൽകുന്ന വിശ്വസനീയ ബ്രാൻഡുകളിൽ ഒന്നാണിത്. പ്രമുഖ എയർലൈൻ കമ്പനികളിലും ബേക്ക് മില്ലിന്റെ കേക്കുകൾ ലഭ്യമാണ്. ക്രിസ്മസ് സീസണിൽ പ്രീമിയം ഉൽപ്പന്നങ്ങളിലൂടെ വിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ബേക്ക് മിൽ ലക്ഷ്യമിടുന്നത്. ജീവൻ ന്യൂസ്, കൊച്ചി. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 30ാം പതിപ്പിനോടനുബന്ധിച്ച് ഒരുക്കിയ എക്സ്പീരിയൻസിയ ശ്രദ്ധേയമാകുന്നു. മേളയുടെ വികാസ പരിണാമങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് പ്രദർശനം. 1994 കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്രമേളയ്ക്ക് തുടക്കമിട്ടത്. ഛായാഗ്രാഹകനും സംവിധായകനുമായ ഷാജിയൻ കരുണായിരുന്നു ആദ്യത്തെ ഫെസ്റ്റിവൽ ഡയറക്ടറും ചെയർമാനും. 1995 മുതൽ മേളയ്ക്ക് തിരുവനന്തപുരം സ്ഥിരം വേദിയായി. മുഖ്യധാര വിനോദ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി സമാന്തരമായ കലാമൂല്യമുള്ള ചിത്രങ്ങളുടെ പഠനവും പ്രോത്സാഹനവുമായിരുന്നു അക്കാദമിയുടെ ലക്ഷ്യം. ലോകപ്രശസ്ത സംവിധായകർ അവരുടെ ചിത്രങ്ങളുമായി മേളയിലെത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള മേളകളുടെ ID കാർഡുകൾ, ഫെസ്റ്റിവൽ ബുക്കുകൾ, ഷെഡ്യൂളുകൾ, വിഖ്യാതരായ ചലച്ചിത്ര സംവിധായകരുടെ സിനിമയിലെ ചിത്രീകരണ ദൃശ്യങ്ങൾ തുടങ്ങിയവ പ്രദർശനത്തിലുണ്ട്. ചലച്ചിത്ര വിദ്യാർത്ഥികൾക്കും പ്രേക്ഷകർക്കും കൗതുകമുണർത്തുന്നതാണ് പ്രദർശനം. മേളയുടെ മാത്രമല്ല, സിനിമയുടെ തന്നെ ചരിത്രവും വിശേഷങ്ങളും അടയാളപ്പെടുത്തുന്നതായി എക്സ്പീരിയൻസിയ മാറുന്നു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദിയിൽ ഇൻഡോ സ്പാനിഷ് സിനിമാ പ്രൊജക്ടിന്റെ പ്രഖ്യാപനം. കഥകളി ദിവ എന്ന പേരിലാണ് സിനിമ ഒരുക്കുന്നത്. ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനും ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായ ബീന പോൾ സംവിധായകയാവുന്ന കഥകളി ദിവ നിർമ്മിക്കുന്നത് ഗില്ലർ മൊറോട്രിക്സ് മാർട്ടിനാണ്. ദേശീയ അവാർഡ് ജേതാവായ ബേബി മാത്യു ആണ് ചിത്രത്തിന്റെ ഇന്ത്യൻ പ്രൊഡ്യൂസർ. സിനിമയുടെ ലോഞ്ചിംഗ് സംവിധായകരായ കമലും TK രാജീവ് കുമാറും ചേർന്ന് നിർവഹിച്ചു. മാക്ട പ്രസിഡന്റ് ജോഷി മാത്യു, GS വിജയൻ, ഛായാഗ്രാഹകൻ അഴകപ്പൻ, ഹരി നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്പാനിഷ് നർത്തകിയുടെ നൃത്താവതരണവും ഉണ്ടായിരുന്നു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരുക്കിയ ഫിലിം മാർക്കറ്റ് വിവിധ പ്രഖ്യാപനങ്ങളോടെ സമാപിച്ചു. ഹോട്ടൽ സൗത്ത് പാർക്കിലായിരുന്നു സമാപന സമ്മേളനം. 2 മലയാളം സിനിമാ പ്രൊജക്ടുകൾ ഉൾപ്പെടെയുള്ള 12 പദ്ധതികളാണ് പ്രൊജക്ട് മാർക്കറ്റിൽ അവതരിപ്പിച്ചത്. കലാപരമായ മികവ് പ്രകടിപ്പിച്ച 13 സിനിമകൾ ക്യൂറേറ്റേഴ്സ് പിക് വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. മാർക്കറ്റിൽ അവതരിപ്പിച്ച 2 ചിത്രങ്ങൾക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ആപ്പ് സൗജന്യ സബ്സ്ക്രിപ്ഷൻ അനുവദിച്ചിട്ടുണ്ട്. മാനേജിംഗ് ഡയറക്ടർ PS പ്രിയദർശൻ, ബോർഡംഗം ജിത്തു കോളിയാട്, സ്പാനിഷ് പ്രൊജക്ടിന്റെ ഇന്ത്യൻ പ്രൊഡ്യൂസർ ബേബി മാത്യു സോമതീരം, സ്പാനിഷ് നിർമ്മാതാവ് ഗില്ലർ മൊറോട്രിക്സ് മാർട്ടിൻ, കൺസൾട്ടന്റ് ലീന ഗൊബ്രഗഡെ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം. ക്ലബ് ഫുട്ബോൾ കിരീടമായ ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ ബ്രസീലിയൻ കരുത്തരായ ഫ്ലെമിംഗോയെ കീഴടക്കി PSG കിരീടം സ്വന്തമാക്കി. അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ കളിയിൽ എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് PSG വിജയം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള SIT അന്വേഷണത്തിൽ അനിഷ്ടം പ്രകടമാക്കി ഹൈക്കോടതി. വിവേചനം അരുതെന്ന നിർദ്ദേശം. ED അന്വേഷണത്തിന് അനുമതി നൽകി വിജിലൻസ് കോടതി. എലപ്പുള്ളി ബ്രൂവറി വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടി. അനുമതി റദ്ദാക്കി ഹൈക്കോടതി. വിശദമായ പഠനം വേണമെന്നും കോടതി. പദ്ധതി സർക്കാരിന്റേതല്ലെന്ന് മന്ത്രി MP രാജേഷ്. വിവാദ വിഭജി റാംജി ബിൽ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും സർക്കാർ പാസാക്കി. നടപടി പ്രതിപക്ഷ പ്രതിഷേധം അവഗണിച്ച്. സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയെന്ന് കേരളം. ബീഹാർ മുഖ്യമന്ത്രി മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് വലിച്ചു താഴ്ത്തിയ സംഭവം. വിവാദ പരാമർശവുമായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ഇത് പാകിസ്ഥാനല്ല ഇന്ത്യയാണെന്നും മന്ത്രി. ബംഗ്ലാദേശിൽ വീണ്ടും കലാപം. ആക്രമണങ്ങൾ. വിദ്യാർത്ഥി നേതാവിന്റെ മരണത്തിന് പിന്നാലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം. സ്ഥിതി നിരീക്ഷിച്ച് ഇന്ത്യ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.